നമ്മുടെ PRP ആൻഡ് GFC ട്രീറ്റ്മെന്റുകൾ അതിന്റെ ഒരു SOP ആണ് ഇന്നിവിടെ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് മെയിനായിട്ട് കേൾക്കേണ്ടത് ഒന്ന് ഡോക്ടേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ്, അതേപോലെ ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ. മെയിൻലി പറയുന്നത് ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഇത് ചെയ്യുന്ന ഡോക്ടേഴ്സ്, അതിന് അസിസ്റ്റ് ചെയ്യുന്ന നഴ്സസ്, ദെൻ അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ തന്നെ റിസപ്ഷൻ, അതായത് ഇതുമായി ബന്ധപ്പെട്ട കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന റിസപ്ഷൻ സ്റ്റാഫുകൾ, അതേപോലെ തന്നെ ഈ പേഷ്യൻസ് വരുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ. ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ അഡ്വർടൈസ്മെന്റ് പോയിട്ടുള്ളത്. ഈ PRP അല്ലെങ്കിൽ GFC എന്നുള്ള ഈ രണ്ട് ട്രീറ്റ്മെന്റുകൾ നമ്മളുടെ മുടി കൊഴിച്ചിലുമായി ബന്ധപ്പെട്ട് ഉള്ള ട്രീറ്റ്മെന്റ് ആണ്. ഈ കൊഴിഞ്ഞു പോകുന്ന മുടികൾക്ക് വീണ്ടും ഗ്രോ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്, ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് PRPയും GFCയും. PRP എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ബ്ലഡ് സെൽസിൽ നിന്നും എടുത്ത പ്ലാസ്മ അതായത് എവിടെയാണോ നമുക്ക് മുടി വളരേണ്ട ഏരിയ അവിടേക്ക് ഒരു റോളർ മുഖേനയോ അല്ലെങ്കിൽ മൈക്രോ നീഡിൽസ് വെച്ചിട്ട് അവിടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. GFC എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് തന്നെ, അതിന് പകരം അതിൽ ഒന്നുകൂടി ഈ ഗ്രോത്ത് ഫാക്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ രണ്ട് ടൈപ്പ് PRPയും GFCയും ആണ് നമ്മളിവിടെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് നമ്മളിപ്പോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒന്ന് എന്താണ് PRP ആൻഡ് GFC എന്ന് പറഞ്ഞു. ഈ ട്രെയിനിങ് മൊഡ്യൂൾ ഉള്ളത് ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കും അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ടാണ്. ഇതിന്റെ പർപ്പസ് ഒന്ന്, എഫക്റ്റീവ് ആയിട്ടുള്ള PRP എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, സേഫ് ആൻഡ് എഫക്റ്റീവ് ആയ ട്രീറ്റ്മെന്റ്, PRP ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നാണ് നമ്മളുടെ ഈ ഒരു SOP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന് വേണ്ട ഗൈഡ് ലൈൻസ്, പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ് കൊടുക്കുക. അതേപോലെ തന്നെ അതിന്റെ റിസൾട്ട് ഒപ്റ്റിമൽ ലെവൽ ആക്കുക, ഏറ്റവും നല്ല റിസൾട്ട് തന്നെ പേഷ്യന്റിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു SOP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ട്രെയിൻഡ് ക്ലിനിക്കൽ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, ഡെർമറ്റോളജിസ്റ്റ്, ഇവരാണ് ഇതിനു വേണ്ടി ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അത് എല്ലാ ഹോസ്പിറ്റൽസ്, ക്ലിനിക്കിലും ഈ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. നമ്മളിത് ചെയ്യുന്നുണ്ട്. ഓക്കെ, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഒന്ന് ഡോക്ടർ, നഴ്സ്, റിസപ്ഷൻ ആൻഡ് അഡ്മിൻ സ്റ്റാഫ്. ഈ മൂന്ന് പേരാണ് ഇതിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഒന്ന് ഡോക്ടറാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും, എന്നാണ് എപ്പോഴാണ് ഈ പേഷ്യന്റിന് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യുന്നതും, ഇതെല്ലാം ഡോക്ടറുടെ ഡിസിഷൻ പ്രകാരമാണ്. രണ്ട്, നഴ്സസ് ആണ് ഇതിനു വേണ്ട അസിസ്റ്റ് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്, ബ്ലഡ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അത് സ്റ്റെറിലൈസേഷനും ചെയ്യേണ്ടത്. ഇതിലൊരു കാര്യം, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ പ്രിപ്പറേഷൻ ലാബിൽ നിന്നായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ലാബിലുള്ള ക്ലിനിക്കൽ സ്റ്റാഫുകളും ഈ വീഡിയോ കണ്ട് ഇതിന്റെ പ്രൊസീജിയർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, റിസപ്ഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകളാണ് ഈ വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യുക, അത് ബില്ലിങ്ങിന് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക, പിന്നെ അവരെ റെക്കോർഡുകൾ, നമ്മൾ അവരെ കൺസെന്റ് ഫോംസ്, സംഗതികളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാം. പ്രീ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ, അതായത് ഒരാൾ ട്രീറ്റ്മെന്റ് വരുന്നതിന് മുമ്പ് ഒന്ന് നമുക്ക് അവരെ കോൾ വരും അല്ലെ. ഇപ്പൊ ഒരു സാധാരണ നമ്മുടെ ഒരു ആഡ് നമ്മൾ സെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ആഡ് അവർ റിസീവ് ചെയ്തു, വേറെ എവിടെയെങ്കിലും ആഡ് കണ്ടു, അപ്പൊ അവരെ കോൾ ഉണ്ടാവും, ഇവിടെ PRP ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ചില ആളുകൾക്ക് PRP ട്രീറ്റ്മെന്റ് എന്തായാലും അറിയുന്ന ആളുകളായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറയാ, അത് ചെയ്യുന്നുണ്ട്, അതിന്റെ മെത്തേഡ്സ് ഇങ്ങനെയാണ്. അത് ഫസ്റ്റ് നമ്മള് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവര് ഡോക്ടേഴ്സ് OP ഉണ്ടാവും. ആ ഡോക്ടേഴ്സ്, ഇപ്പൊ നമ്മളുടെ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ മോൻസിയാണ് അത് ഹാൻഡിൽ ചെയ്യുക, അവർ അറ്റൻഡ് ചെയ്യും. ദെൻ നമ്മുടെ ക്ലിനിക്കൽ സ്റ്റാഫ് അവരുടെ എന്നാണ് അവർക്ക് പെർഫോം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്ക് ഡേറ്റോ അല്ലെങ്കിൽ സെയിം ഡേറ്റിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ അതിന്റെ പ്രിപ്പറേഷൻ ടീമിന് കൊടുക്കും. ദെൻ അവര് ബ്ലഡ് കളക്ട് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെയാണ് അതിന്റെ ഒരു മെത്തേഡ് പോകുന്നത്. ബിഫോർ ദാറ്റ് നമുക്ക് അവർക്ക് എന്ത് ചെയ്യണം, അവർ കൃത്യമായിട്ട് എമൗണ്ട് എന്താണ്, ഏതൊക്കെ ദിവസങ്ങളാണ് ഇവിടെ ട്രീറ്റ്മെന്റ് ഉള്ളത്, എല്ലാ ദിവസങ്ങളും ഉണ്ടോ? യെസ്, നമുക്ക് എല്ലാ ദിവസങ്ങളും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മളുടെ എമൗണ്ട് വരുന്നത് PRPക്ക് 2500 രൂപയും GFC ആണെങ്കിൽ 3500 രൂപയുമാണ് നമ്മളുടെ ട്രീറ്റ്മെന്റ് റേറ്റുകൾ വരുന്നത്. ഓക്കെ, പ്രീ ട്രീറ്റ്മെന്റിൽ തന്നെ തിരിച്ചു വരാം. പ്രീ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ, അതായത് റിവ്യൂ പേഷ്യന്റ് ഹിസ്റ്ററി, അസസ് ദ ട്രീറ്റ്മെന്റ് ഏരിയ. പേഷ്യന്റ് ഹിസ്റ്ററി എടുക്കുക,
ഹിസ്റ്ററി എടുക്കുന്നത് ഒന്ന് അവരുടെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, കണ്ടീഷൻസ്, ചെക്ക് ദർ കണ്ടീഷൻസ്, ആൻഡ് പ്രഗ്നന്റ് ലേഡീസ് ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖങ്ങൾ ഉള്ള ആൾക്കാരാണോ, ഇതൊക്കെ മുൻകൂട്ടി അറിയേണ്ടതുണ്ട്. പിന്നെ രണ്ട്, എത്ര ഏരിയയിലാണ്. ഇപ്പൊ ചില ആളുകൾക്ക് കംപ്ലീറ്റ് ഏരിയയിലൊന്നും ചെയ്യേണ്ടിണ്ടാവില്ല. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മാത്രം മുടി കൊഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രമേ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ടാവുള്ളൂ. അപ്പൊ അത് അവരായിട്ട് ഡിസ്കസ് ചെയ്യുക, ചെക്ക് ചെയ്യുക. ദെൻ അവരുടെ എക്സ്പെക്ടേഷൻ എന്താണ്, വാട്ട് ദർ എക്സ്പെക്ടിങ് എന്നുള്ള സംഗതികളും നമ്മൾ മുൻകൂട്ടി പേഷ്യന്റിനോട് മനസ്സിലാക്കി വരിക. ദെൻ PRP ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ, അത് ടെക്നിക്കൽ സ്റ്റാഫുകൾക്ക് ഇതെല്ലാം അറിയാം. ഒരു 10 to 20 ml ബ്ലഡ് കളക്ട് ചെയ്യുക, സെൻട്രിഫ്യൂജ് ചെയ്യുക, 3000 to 4000 RPM സെൻട്രിഫ്യൂജ് ചെയ്യുക, 8 to 10 minutes. ദെൻ എക്സ്ട്രാക്ട് PRP ലെയർ കെയർഫുള്ളി, അതായത് പിന്നെ അതിൽ നിന്നും അതിന്റെ പ്ലാസ്മ സെപ്പറേറ്റ് എടുത്ത് അതിന്റെ കൃത്യമായ സംഗതികൾ അതിന്റെ ടെക്നിക്കൽ ടീംസിന് അറിയാം. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഓവറോൾ ഐഡിയ മാത്രമാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഈ ഒരു മെത്തേഡിലാണ് അതിന്റെ പിന്നെ അപ്ലിക്കേഷൻ ഉണ്ടാവുക. ഇതിപ്പോ നീഡിലുണ്ട് ആ ഏരിയയിൽ പിന്നെ നമ്മുടെ പ്ലാസ്മ ഇഞ്ചക്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ പിന്നെ വീഡിയോയിൽ ഈ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ വേറെ മെത്തേഡ് റോളർ മെത്തേഡ് ഉണ്ട്. ഇപ്പോ ആ ഭാഗത്ത് ഒരു ചെറിയ റോളർ ഉപയോഗിച്ചിട്ട് റോൾ ചെയ്യും, ദെൻ പ്ലാസ്മ അവിടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മെത്തേഡും ഉണ്ട്. മെയിൻലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ മെത്തേഡാണ്. GFC എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ബ്ലഡ് കളക്ട് ചെയ്യും, 8 to 10 ml ബ്ലഡ് കളക്ട് ചെയ്യും പിന്നെ GFC കിറ്റിലേക്ക്. ദെൻ പ്രോസസ് ഇൻ GFC ട്യൂബ് തന്നെ റിയേജന്റ് ഉള്ള പ്രോപ്പർലി റിയേജന്റ് ആഡ് ചെയ്ത GFC ട്യൂബ് ഉണ്ടാവും. അത് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് പിന്നെ ആണ് ഈ ഏരിയയിലേക്ക്, ഇപ്പൊ സ്കാൽപ്പിലേക്ക് പിന്നെ മൈക്രോ എന്താ പറയാ നീഡിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇഞ്ചക്ട് ചെയ്യുക. ഇതാകുമ്പോൾ GFC ആണെങ്കിൽ ഗ്രോത്ത് ഫാക്ടർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും, മറ്റേത് പ്ലാസ്മ മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, പോസ്റ്റ് ട്രീറ്റ്മെന്റ് കെയർ നമ്മൾ പറഞ്ഞു അവോയ്ഡ്, അതായത് ഇത് കഴിഞ്ഞാൽ, ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ആ പേഷ്യൻസിന് ഒരു 24 മണിക്കൂർ ആ ഏരിയ വാഷ് ചെയ്യാതിരിക്കുക. പിന്നെ സൺ എക്സ്പോഷർ, വെയിലത്ത് ഡയറക്റ്റ് കാണിക്കാതിരിക്കുക. പിന്നെ മേക്കപ്പ്, എക്സസൈസ്, ഇതൊക്കെ ഒരു 48 hours ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ദെൻ എന്തെങ്കിലും മൈൽഡ് പിന്നെ അനാലിറ്റിക്സ് ഉണ്ടെങ്കിൽ, വേദന സുമാരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ കൊടുക്കാം. ദെൻ ഒരു 3 to 6 weeks ഒരു 4 weeks 3 to 6 സെഷൻ ആയിട്ട് 4 weeks ആണ് ഇതിന്റെ ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ മാസം ഈ ആഴ്ച ചെയ്താൽ അടുത്തൊരാഴ്ച, അങ്ങനെ പിന്നെ ഒരു 3 സെഷൻ. ചില ആളുകൾക്ക് 3 സെഷൻ ആയിരിക്കും, ചില ആളുകൾക്ക് 6 സെഷൻ ആയിരിക്കും. എത്ര ഏരിയയിലാണ് അവർക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നതനുസരിച്ചായിരിക്കും അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ ഉണ്ടാവുക. പോസിബിൾ സൈഡ് എഫക്റ്റ് അവർക്ക് പറഞ്ഞത് ചിലപ്പോൾ ചെറിയ റെഡ് കളർ സ്വെല്ലിങ്, പിന്നെ ഒരു നീറ്റൽ പോലെ ഉള്ള സംഗതികളൊക്കെ ചിലപ്പോൾ സാധ്യതയുണ്ട്. ടെമ്പററി ഡിസ്കംഫേർട്ട് ഉണ്ടാവും കുറച്ച് സമയത്തേക്കായിട്ട്. ചില ആളുകൾക്ക് റയർലി പിന്നെ അലർജി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ റിയാക്ഷൻസോ ഇൻ കേസ് ഇൻഫെക്ഷൻസ്, മൈൽഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം അവോയ്ഡ് ചെയ്യാനുള്ള എന്താ പറയാ പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാം. പ്രൈസിങ് ഞാൻ പറഞ്ഞു, PRPയുടെ പ്രൈസിങ് നമുക്ക് 2500 രൂപയാണ്, GFCക്ക് 3500 രൂപയാണ്. വേറെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു സെഷനാണ് ഇത് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് റിസപ്ഷൻ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. ഡോക്യുമെന്റേഷൻ, ഇപ്പൊ ഇതെല്ലാം വരുമ്പോൾ ഇതിന്റെ കൺസേൺ ഫോം എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്ന പേഷ്യൻസിന് കൃത്യമായിട്ട് അവരോടുള്ള പിന്നെ കാര്യങ്ങൾ, ചോദിക്കേണ്ട കാര്യങ്ങളും അതുപോലെ അവരെ എന്താ പറയാ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ, ഇതെല്ലാം വൃത്തിയായിട്ട് കൺസേൺ ഫോംസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവരെ കൊണ്ട് വായിച്ച് സൈൻ ചെയ്യിപ്പിക്കാം. പിന്നെ ഇത് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ പ്രീ ആൻഡ് പോസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോട്ടോസ് എടുക്കാം. അവര് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഡിഫറൻസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഓർ കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ, കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക. അതിന്റെ പോളിസി, അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ ഫോളോ ചെയ്യുക. എമർജൻസി പ്രോട്ടോകോൾ ഹാൻഡിൽ അലർജി റിയാക്ഷൻസോ അല്ലെങ്കിൽ ബ്ലീഡിങ് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട്
പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ റെഡി ആയിട്ടിരിക്കുക. എന്തെങ്കിലും അങ്ങനത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അതിന്റെ ഡോക്യുമെന്റേഷൻ കൃത്യമാക്കി വെക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ PRP-യുമായി ബന്ധപ്പെട്ട്, PRP ആൻഡ് GFC-യുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എല്ലാ റിസപ്ഷൻ സ്റ്റാഫുകളും ഈ എന്താ പറയാ വീഡിയോ കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പേഷ്യന്റ് നമുക്ക് വിളിച്ചു ചോദിക്കുന്നു, PRP ട്രീറ്റ്മെന്റ് ഉണ്ടോ, ഇവിടെ ചെയ്യുന്നുണ്ടോ? യെസ്, നമ്മൾ ചെയ്യുന്നുണ്ട്. ഏത് ദിവസമാണ്? എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബാക്കി ഒരു പേഷ്യന്റ് നേരിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യേണ്ടത് നമ്മൾ ഡോക്ടേഴ്സിന്, ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ മോൻസി ഡോക്ടറാണ് നമ്മുടെ ഗൈനക്കോസ്മെറ്റോളജി അതേപോലെ തന്നെ PRP-ക്ക് ഹെഡ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ അവരുടെ പിന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കുക, ദെൻ അവർ വെയിറ്റ് ചെയ്യുക. സാധാരണ പേഷ്യൻസിന് വെയിറ്റ് ചെയ്യുന്നവർ വെയിറ്റ് ചെയ്യുക, ദെൻ ഡോക്ടറെ മീറ്റ് ചെയ്യുക. ഡോക്ടറെ മീറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവരാണ് അതിന്റെ ബാക്കിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പുകൾ, അത് ക്ലിനിക്കൽ സ്റ്റാഫുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ക്ലിനിക്കൽ സ്റ്റാഫുകൾ അതിനുള്ള വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇതിന് മുന്നോടിയായിട്ട് അതിന് വരുന്ന എത്രയാണ് ഫീസ്, ഇതൊക്കെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് റിസപ്ഷൻ സ്റ്റാഫിന്റെ ഉത്തരവാദിത്തം.